ഹായ്. ഇന്ന് നമുക്ക് നോക്കാനുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നവംബർ 29 കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് നോക്കിയാലോ. ഇന്ന് ഞാൻ അല്പം വൈകിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. നിങ്ങൾ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നോ? എന്താണ് ഒന്ന് പറയാം ട്ടോ. ഓക്കെ, ഏതായാലും നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് നോക്കാം. ആദ്യം കൊടുത്തിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ കോറൽ റീഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത് എവിടെയാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപിലാണ്. എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ കോറൽ റീഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് NCRRI, നാഷണൽ കോറൽ റിസർച്ച് റീഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അത് നിലവിൽ വരുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപിലാണ്. അടുത്തത് നോക്കാം. പ്രളയബാധിതരായ ശ്രീലങ്കക്ക് അടിയന്തര സഹായം എത്തിക്കാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാദൗത്യം ഓപ്പറേഷൻ സാഗർ ബന്ധു. എന്താണ്? പ്രളയബാധിതരായ ശ്രീലങ്കക്ക് അടിയന്തര സഹായം എത്തിക്കാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന് പറയുന്നത്. അടുത്തത് 30ാമത് IFFKയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരത്തിന് അർഹയായ സംവിധായക എന്ന് പറയുന്നത് കെല്ലി ഫൈഫ് മാർഷൽ ആണ്. ആരാണ്? 30ാമത് IFFKയിലെ എത്രാമത്? 30ാമത് IFFKയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരത്തിന് അർഹയായ സംവിധായക കെല്ലി ഫൈഫ് മാർഷൽ ആണ്. കെല്ലി ഫൈഫ് മാർഷൽ. 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ 2025-26 ഫൈനൽ റൗണ്ട് മത്സരങ്ങൾക്ക് വേദി അസമാണ്. 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൗണ്ട് മത്സരങ്ങളുടെ വേദി എന്ന് പറയുന്നത് എന്താണ്? അസമാണ്. എത്രാമത്? 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൗണ്ട് മത്സരം. ഓക്കെ, അതിന്റെ വേദി അസമാണ്. കിട്ടിയല്ലോ. ഇനി അടുത്തത് നോക്കാം. ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനം എന്ന് നാമകരണം ചെയ്യാൻ നീതി ആയോഗ് ശുപാർശ ചെയ്ത വടക്ക് കിഴക്കൻ സംസ്ഥാനം ഏതാണ്? അത് മിസോറാമാണ്. ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനം എന്ന് നാമകരണം ചെയ്യാൻ നീതി ആയോഗ് ശുപാർശ ചെയ്ത വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് മിസോറാം. അപ്പൊ നമുക്ക് ഈ ഒരു പേജ് ഒന്നുകൂടെ നോക്കി നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ കോറൽ റീഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ NCRRI നിലവിൽ വരുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ്. പ്രളയബാധിതരായ ശ്രീലങ്കക്ക് അടിയന്തര സഹായം എത്തിക്കാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാദൗത്യം ഓപ്പറേഷൻ സാഗർ ബന്ധു. 30ാമത് IFFKയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരത്തിന് അർഹയായ സംവിധായക കെല്ലി ഫൈഫ് മാർഷലാണ്. 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ വേദി ആസാമാണ്. ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനം എന്ന് നാമകരണം ചെയ്യാൻ നീതി ആയോഗ് ശുപാർശ ചെയ്ത വടക്ക് കിഴക്കൻ സംസ്ഥാനം മിസോറാമാണ്. കിട്ടിയല്ലോ. ഇനി അടുത്തത് നോക്കാം. കേന്ദ്ര പരോക്ഷ നികുതി കസ്റ്റംസ് ബോർഡിന്റെ, അതായത് CBICയുടെ പുതിയ ചെയർമാൻ എന്ന് പറയുന്നത് വിവേക് ചതുർവേദിയാണ്. കേന്ദ്ര പരോക്ഷ നികുതി കസ്റ്റംസ് ബോർഡിന്റെ CBICയുടെ പുതിയ ചെയർമാൻ, കേന്ദ്ര പരോക്ഷ നികുതി കസ്റ്റംസ് ബോർഡിന്റെ പുതിയ ചെയർമാൻ വിവേക് ചതുർവേദി. ആരാണ്? വിവേക് ചതുർവേദിയാണ്. 2025 നവംബറിൽ ഇന്ത്യ 7,995 കോടിയുടെ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ച രാജ്യം അമേരിക്ക. 2025 നവംബറിൽ ഇന്ത്യ 7,995 കോടിയുടെ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ച രാജ്യം അമേരിക്കയാണ്. 2025 നവംബറിൽ ഇന്ത്യ 7,995 കോടിയുടെ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? അമേരിക്കയാണ്. ഇനി അടുത്ത് നോക്കാം. 2026 ഒക്ടോബർ 31 ആരംഭിക്കുന്ന മേളയുടെ വേദി നാസിക് ആണ് കേട്ടോ. 2026 ഒക്ടോബർ 31 ആരംഭിക്കുന്ന കുംഭമേളയുടെ വേദി നാസിക് ആണ്. 2025 നവംബറിൽ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് നാടകകൃത്ത് ടോം സ്റ്റൊപ്പാഡയാണ് 2025 നവംബറിൽ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് നാടകകൃത്ത്. അപ്പോ
പ്രശസ്ത ബ്രിട്ടീഷ് നാടകകൃത്ത് അന്തരിച്ചത് 2025 നവംബറിൽ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് നാടകകൃത്താണ് ടോം സ്റ്റൊപ്പാഡ. കിട്ടിയോ? ഇനി അടുത്തത് നോക്കാം. അടിയന്തര മെഡിക്കൽ ആവശ്യങ്ങൾ നേരിടാൻ 73 ടൺ ജീവൻ രക്ഷാ മരുന്നുകളും വാക്സിനുകളും ഇന്ത്യ ഏത് രാജ്യത്തിനാണ് നൽകിയത്? അഫ്ഗാനിസ്ഥാൻ. അടിയന്തര മെഡിക്കൽ ആവശ്യങ്ങൾ നേരിടാൻ 73 ടൺ ജീവൻ രക്ഷാ മരുന്നുകളും വാക്സിനുകളും ഇന്ത്യ ഏത് രാജ്യത്തിനാണ് നൽകിയത്? അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്നുകൂടെ നോക്കി നോക്കാം. കേന്ദ്ര പരോക്ഷ നികുതി കസ്റ്റംസ് ബോർഡിന്റെ പുതിയ ചെയർമാൻ വിവേക് ചതുർവേദി. 2025 നവംബറിൽ ഇന്ത്യ 7,995 കോടിയുടെ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ച രാജ്യം അമേരിക്കയാണ്. 2026 ഒക്ടോബർ 31 ആരംഭിക്കുന്ന കുംഭമേളയുടെ വേദി എന്ന് പറയുന്നത് നാസിക് ആണ്. 2025 നവംബറിൽ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് നാടകകൃത്ത് ടോം സ്റ്റൊപ്പാഡയാണ്. അടിയന്തര മെഡിക്കൽ ആവശ്യങ്ങൾ നേരിടാൻ 73 ടൺ ജീവൻ രക്ഷാ മരുന്നുകളും വാക്സിനുകളും ഇന്ത്യ ഏത് രാജ്യത്തിനാണ് നൽകിയത്? അഫ്ഗാനിസ്ഥാൻ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നോക്കാം. രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവനുകൾ എന്താണ്? രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ എന്താ അറിയപ്പെടുന്നത്? രാജ്ഭവൻ. എന്താ അറിയപ്പെടുന്നത്? ഗവർണർമാരുടെ ഔദ്യോഗിക വസതി രാജ്ഭവൻ. ഇനി മുതൽ അറിയപ്പെടുന്നത് ലോക് ഭവൻ. ഓക്കെ, അപ്പോൾ രാജ്ഭവൻ ഇനി മുതൽ, അതായത് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവനുകൾ ഇനി മുതൽ അറിയപ്പെടുന്നത് എന്താണ്? ലോക് ഭവൻ എന്നാണ്. കിട്ടിയോ? കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുടെ വസതിയായ രാജ്നിവാസ് ഇനി മുതൽ ലോക് നിവാസ് എന്നും അറിയപ്പെടും. അപ്പൊ രാജ്നിവാസ് എന്നറിയപ്പെട്ടിരുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുടെ വസതി അതെന്താവും? ലോക് നിവാസും. ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ ഇനി മുതൽ എന്താവും അറിയപ്പെടുക? ലോക് ഭവൻ എന്നുമാണ് അറിയപ്പെടുന്നത്. 2025 നവംബറിൽ അന്തരിച്ച മലബാറിലെ ആദ്യ മുസ്ലിം വനിത MLA എന്ന് പറയുന്നത് കാനത്തിൽ ജമീല. 2025 നവംബറിൽ അന്തരിച്ച മലബാറിലെ ആദ്യ മുസ്ലിം വനിത MLA എന്ന് പറയുന്നത് കാനത്തിൽ ജമീല. ആരാണ്? കാനത്തിൽ ജമീല. നിലവിൽ കൊയിലാണ്ടി MLAയും CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. നിലവിൽ കൊയിലാണ്ടി MLAയും CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പേജ് എന്ത് ചെയ്യാം, ഒന്നുകൂടെ നോക്കി നോക്കാം. രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവനുകൾ ഇനി മുതൽ അറിയപ്പെടുന്നത് ലോക് ഭവൻ. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുടെ വസതിയായ രാജ്നിവാസ് ഇനി മുതൽ ലോക് നിവാസ് എന്നും അറിയപ്പെടും. 2025 നവംബറിൽ അന്തരിച്ച മലബാറിലെ ആദ്യ മുസ്ലിം വനിതാ MLA കാനത്തിൽ ജമീല. നിലവിൽ കൊയിലാണ്ടി MLAയും CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ഇന്ന് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ശരി, താങ്ക് യു.